നബിദിനം ആഘോഷിക്കുന്നതിന് ഖുർആനിൽ നിന്നൊരു തെളിവായിക്കൊണ്ട് ഒരു ഉസ്താദ് വന്നത് കണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുത്തതാണ് സ്വഹാബികൾക്കാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഖുർആൻ മനസ്സിലാക്കിയിട്ടുള്ളത് സ്വഹാബികളാണ്. സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം ഒരു ആയത്ത് പഠിച്ചാൽ അത് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ട് മാത്രമേ അടുത്ത ആയത്ത് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ഈ ആയത്ത് പ്രാവർത്തികമാക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്വഹാബികൾ ഇത് നബിദിനം ആഘോഷിക്കണം എന്നാണ് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ മൗലവി പറയുന്നത് കേട്ടോ, ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ പോലും പഠിക്കാത്ത ആളുകളാണെന്ന് തോന്നുന്നു. ഒരു ഉസ്താദ് നബിദിന ആഘോഷത്തിന് ഖുർആനിൽ നിന്നൊരു ആയത്ത് തെളിവായി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് മനസ്സിലായി ആ ആയത്ത് തെളിവാണെന്ന് മനസ്സിലായി. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ആയത്ത് ഓതി, കുൽ ബി ഫദ്ലില്ലാഹി വബി റഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു. ആ ആയത്തിന്റെ രത്ന ചുരുക്കം മുത്തുനബി തങ്ങളെ കൊണ്ട് സന്തോഷിക്കുക എന്നുള്ളതാണ്. അത് എപ്പോഴും സന്തോഷിക്കാം എന്നാണ് അർത്ഥം. അത് ഇന്ന് സന്തോഷിക്കാം, നാളെ സന്തോഷിക്കാം, റബീഉൽ അവ്വൽ 12-ന് സന്തോഷിക്കാം, അതല്ലാത്ത ദിവസങ്ങളിൽ സന്തോഷിക്കാം. അതുകൊണ്ടല്ലേ മഹാനായ അസ്കലാനി ഇമാമിന്റെ പ്രമുഖ ശിഷ്യനായ ഇബ്രാഹിം അന്നാജ് റഹിമഹുള്ള പറയുന്നത്, തബറക്കു ബി വിലാദത്തിഹി വഫ്റഹു ബിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുവിൻ, അവിടുത്തെ ജന്മദിനം കൊണ്ട് നിങ്ങൾ ബറക്കത്തെടുക്കുവിൻ. എന്താ അങ്ങനെ പറയാൻ കാരണം? അള്ളാഹുവിന്റെ ആയത്തുണ്ടല്ലോ, കുൽ ബി ഫദ്ലില്ലാഹി വബി റഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു. നിങ്ങൾ മുത്തുനബി തങ്ങളെ കൊണ്ട് സന്തോഷിക്കുവിൻ. അള്ളാഹു തആല പറയുന്നു എപ്പോഴും സന്തോഷിക്കുവിൻ. അത് റബീഉൽ അവ്വൽ 12-നാണെങ്കിലും ശരിയെന്ന് മഹാനായ അന്നാജി ഇമാമ് തുടങ്ങിയ അയിമ്മത്തിങ്ങൾ പറയുന്നു. ഫല്യഫ്റഹു എന്നാണ് ഖുർആൻ പറഞ്ഞത്. എപ്പോഴും സന്തോഷിക്കാം, ഇന്ന് സന്തോഷിക്കാം, നാളെ സന്തോഷിക്കാം, റബീഉൽ അവ്വൽ 11, 12, 13 എപ്പോ വേണമെങ്കിലും സന്തോഷിക്കാം. ഇനി അങ്ങനെ റബീഉൽ അവ്വൽ 12-ന് റസൂലുള്ളാഹി തങ്ങളെ കൊണ്ട് സന്തോഷിക്കാൻ പറ്റില്ല, അങ്ങനെ സന്തോഷിക്കൽ ഹറാമാണ്, അത് നരകത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളതിന് വല്ല ഖുർആനിക ആയത്തുമുണ്ടോ? അല്ലെങ്കിൽ ഒരു സ്വഹീഹായ ഹദീസെങ്കിലും ഉണ്ടോ? പിന്നെ മൗലവി ചോദിക്കുന്നുണ്ട്, സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ? ഖുർആനിക ആയത്ത് കൊണ്ട് സ്ഥിരപ്പെടുത്തിയ ഒരു കാര്യം വീണ്ടും സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ എന്നൊരു ചോദ്യത്തിന് പ്രസക്തിയേ ഇല്ല. സ്വഹാബത്തല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ സന്തോഷിച്ചിട്ടുണ്ട്. മഹാനായ സുയൂത്തി ഇമാം, ആരാ സുയൂത്തി ഇമാമ്? 9-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണെന്ന് നിങ്ങൾ തന്നെ പഠിപ്പിച്ചു തന്ന ഏറ്റവും വലിയൊരു മഹാനാണ് സുയൂത്തി ഇമാം. ആ സുയൂത്തി ഇമാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷിച്ചതായിക്കൊണ്ട് അൽ-ഹാവിലിൽ ഫതാവയിൽ കൊണ്ടുവന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ അക്കീക്കത്ത് ഓൾറെഡി മഹാനായ അബ്ദുൽ മുത്തലിബ് നിർവഹിച്ചതാണ്. അക്കീക്കത്ത് എന്നുള്ളത് ഒരു കുഞ്ഞ് ജനിച്ചതിന്റെ സന്തോഷ പ്രകടനമാണ്. അത് ഒറ്റ പ്രാവശ്യമേ നിർവഹിക്കുകയുള്ളൂ. എന്നിരുന്നിട്ട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും നുബുവത്തിന് ശേഷം 40 വയസ്സിന് ശേഷം വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അക്കീക്കത്ത് ഇറക്കുകയാണ്. അത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിങ്കളാഴ്ച ദിവസം നോമ്പ് നോക്ക് സുന്നത്താണെന്ന് പറയുന്നു. അതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറയുന്നു, ഫീഹി വുലിത്തു, ആ ദിവസത്തിലാണ് ഞാൻ ജനിച്ചത്. ഈ ഹദീസിനെ ചർച്ച ചെയ്തുകൊണ്ട് മഹാനായ സുയൂത്തി ഇമാം പറയുന്നതായി കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് അഖീഖത്ത് അറത്തതും മാത്രമല്ല അവിടുന്ന് സുന്നത്ത് നോമ്പെടുത്തതുമെല്ലാം ഇൽഹാറുൽ ശുക്രി, നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വതശ്രീഉൽ ഉമ്മത്തി, അവിടുത്തെ സമുദായത്തിന് ഇത് ദീനിൽപ്പെട്ട കാര്യമാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ്. മാത്രമല്ല മഹാനായ സുയൂത്തി ഇമാം നിർത്തുന്നില്ല, മഹാനവറുകൾ പറയുന്നു, ഫയസ്തഹിബ്ബുലന, അപ്പോൾ നമുക്ക് സുന്നത്താകും ഐലം വീണ്ടും ഇൽഹാറുൽ ശുക്രി, നന്ദി പ്രകടിപ്പിക്കൽ സുന്നത്താകും. ബിമൗലിദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് എങ്ങനെയാ നന്ദി പ്രകടിപ്പിക്കുക? ബിജിത്തിമാഇൽ ഇഖ്വാനി, സഹോദരങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടൽ കൊണ്ട്, വഇത്ആമി തുആമി, ഭക്ഷണത്തെ ഭക്ഷിപ്പിക്കൽ കൊണ്ട്, വനഹി ദാലിക മിൻ വുജൂഹിൽ ഖുർബാതി, മറ്റുള്ളതായ ആരാധനകൾ കൊണ്ടും, അതുപോലെ തന്നെ വഇൽഹാരിൽ മസറാത്തി, സന്തോഷം പ്രകടിപ്പിക്കൽ കൊണ്ടൊക്കെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ ശുക്ർ, നന്ദി പ്രകടിപ്പിക്കൽ നമുക്ക് സുന്നത്താകുമെന്ന് മഹാനായ സുയൂത്തി ഇമാം പറയുന്നു. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളായ ആളുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഹദീസിലും ഖുർആനിലും സ്ഥിരപ്പെട്ടൊരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിക്കുക എന്നുള്ളത്.